അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിർണായകമായി സംഭവിച്ച ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഗ്രഹങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും ഇറാഖിൽ വലിയ തോതിൽ നടന്നിരുന്നു. 72 തരം വിഗ്രഹങ്ങൾ, പല വലുപ്പത്തിലുള്ളവയാണവ. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നു. സ്വർണ്ണ വിഗ്രഹത്തിന് വമ്പിച്ച വിലയാണ്. അവ ധനികന്മാർക്കുള്ളതാണ്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും അവ സ്വന്തമാക്കാനാവില്ല. ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ കണ്ണുകളിൽ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അവ വെട്ടിത്തിളങ്ങും. ജനങ്ങളെ കാണുമ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് നോക്കും പോലെ തോന്നും. പാമര ജനങ്ങൾ നിർവൃതി കൊള്ളും. മനുഷ്യരൂപത്തിൽ മാത്രമല്ല വിഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, മറ്റു പല ജന്തുക്കൾ, അവയുടെ രൂപത്തിലെല്ലാം വിഗ്രഹങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ചില ചരിത്രകാരന്മാർ ഇപ്രകാരം പറയുന്നുണ്ട്: നമ്രൂദ് രാജാവിന്റെ ജനത കൊല്ലത്തിലൊരിക്കൽ ഒരു നിശ്ചിത ദിവസം പെരുന്നാൾ ആഘോഷിക്കും. ജനങ്ങളെല്ലാം പകൽ സമയത്ത് വിശാലമായ മൈതാനിയിൽ ഒരുമിച്ചുകൂടും. പലതരം വിനോദങ്ങളിൽ അവർ ഏർപ്പെടും. എല്ലാവരും ഒത്തുകൂടുന്ന മഹാമേളയാണത്. ആ വർഷം പെരുന്നാൾ വന്നു. ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി മൈതാനിയിലേക്ക് പോകുന്നു. അവർ ഇബ്രാഹിമിനെയും ക്ഷണിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറെ ആളുകളോടൊപ്പം പുറപ്പെട്ടു. കുറെ ദൂരം നടന്നിട്ട് ഒരിടത്തിരുന്നു. നല്ല സുഖമില്ല, ഞാൻ അല്പം വിശ്രമിക്കട്ടെ. നിങ്ങൾ പോയിക്കൊള്ളൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. കൂടെയുള്ളവർ പോയി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇബ്രാഹിമിന്റെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒഴുക്ക് നിലച്ചു. വഴികൾ വിജനമായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്കായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. ആരാധനാലയം, അതിനകത്ത് കുറെ വിഗ്രഹങ്ങൾ, ജീവനില്ലാത്ത വസ്തുക്കൾ. അവയെ തല്ലിയുടക്കണം. മുഖം ഗൗരവം പൂണ്ടു. നല്ലൊരു കോടാലിയെടുത്തു. ആരാധനാലയത്തിൽ പ്രവേശിച്ചു. മൈതാനിയിലെ വിനോദ പരിപാടികൾ കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ എത്തും. പിന്നെ ആരാധന നടക്കും. അതാണ് പതിവ്. ബിംബങ്ങളുടെ മുമ്പിൽ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ളതാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിംബങ്ങളെ നോക്കി ചോദിച്ചു: എന്താ, ഇതൊന്നും തിന്നുന്നില്ലേ? മറുപടിയില്ല. വീണ്ടും ചോദിച്ചു: എന്താ മറുപടി പറയാത്തത്? കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിവില്ലേ? സംസാരിക്കില്ലേ? ഒന്നിനും കഴിവില്ലേ? കോടാലി കൊണ്ട് വിട്ടുകൊടുത്തു. വെട്ടേറ്റ് ആ വിഗ്രഹം തകർന്നു വീണു. വലിയ വിഗ്രഹത്തെ വെറുതെ വിട്ടു. മറ്റെല്ലാം തകർത്തു. വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നും സ്ഥലം വിട്ടു. ജനങ്ങൾ വരും. പൊട്ടിത്തകർന്ന ബിംബങ്ങൾ കാണും. അപ്പോൾ അവർ ചിന്തിക്കും: സ്വയം രക്ഷയ്ക്ക് കഴിയാത്ത വസ്തുക്കൾ, ഇവയെ ആരാധിക്കാൻ കൊള്ളില്ല. ആരാധ്യൻ അള്ളാഹു മാത്രമാണെന്നവർ അറിയട്ടെ. മൈതാനിയിൽ വിനോദ പരിപാടികൾ അവസാനിച്ചു. ഇനി ആരാധനയാണ്. എല്ലാവരും ആരാധനാലയത്തിൽ വന്നു കയറി. ഞെട്ടിപ്പോയി. തകർന്നു വീണ പ്രതിമകൾ. ആരാണിത് ചെയ്തത്? പലരും ഉറക്കെ ഉറക്കെ ചോദിച്ചു. ഇത് ചെയ്തവൻ മഹാ അക്രമി തന്നെയാണ്. അവന് തക്കതായ ശിക്ഷ നൽകണം. അപ്പോൾ ചിലർ പറഞ്ഞു: വിഗ്രഹങ്ങളെ തള്ളിപ്പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്. രാജാവ് വിവരമറിഞ്ഞു കോപാകുലനായി. ഇബ്രാഹിമിനെ ബന്ധിച്ചു കൊണ്ടുവരൂ. രാജകൽപ്പന വന്നു. ആളുകൾ ഓടിക്കൂടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചിലരുടെയൊക്കെ ഓർമ്മയിൽ വന്നു. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ പറയുന്നു: അല്ലാഹുവാണേ സത്യം, നിശ്ചയം നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളോട് തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ അവരുടെ വലിയ ഒരു വിഗ്രഹം ഒഴിച്ച് അവയെ അദ്ദേഹം തുണ്ടം തുണ്ടമാക്കി. അവർ തന്റെ അടുക്കലേക്ക് മടങ്ങിയേക്കാം എന്ന വചനം 2 വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് മടങ്ങിയേക്കാം. അങ്ങനെ അവർ മടങ്ങി വന്നാൽ വിഗ്രഹങ്ങളുടെ കഴിവുകേട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സർവശക്തനായ അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കാം. രണ്ടാമത്തെ വ്യാഖ്യാനം, നശിപ്പിക്കാതെ വിട്ട വലിയ വിഗ്രഹത്തിലേക്ക് അവർ മടങ്ങിയേക്കാമെന്നാണ്. മറ്റുള്ളവയെ ആര് നശിപ്പിച്ചു എന്നത് ചോദിക്കും. മറുപടി പറയില്ല.
അപ്പോൾ അതിന്റെ കഴിവുകേട് ആളുകൾ മനസ്സിലാക്കും. അങ്ങനെയെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവിന്റെ പട്ടാളക്കാർ ഓടിയെത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബന്ധിപ്പിച്ച് രാജസദസ്സിൽ ഹാജരാക്കി. ദേവാലയത്തിലെത്തിയപ്പോൾ നടന്ന ജനങ്ങളുടെ സംഭാഷണം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്. 21-ാം അധ്യായത്തിലെ 59-ാം വചനം മുതൽ 63-ാം വചനം വരെ നമുക്ക് പരിശോധിക്കാം. അവർ പറഞ്ഞു, നമ്മുടെ ഇലാഹുകളെ കൊണ്ട് ഇത് ചെയ്തവൻ ആരാണ്? നിശ്ചയമായും അവൻ അക്രമങ്ങളിൽ പെട്ടവൻ തന്നെ. അവർ ചിലർ പറഞ്ഞു, ഒരു യുവാവ് അവയെ പറ്റി ആക്ഷേപിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം എന്നാണ് അവന് പേര് പറയപ്പെടുന്നത്. അവർ പറഞ്ഞു, എന്നാൽ അവനെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരുവിൻ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബന്ധിതനായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തന്നു. അവർ ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം, നീയാണോ നമ്മുടെ ഇലാഹുകളെ കൊണ്ട് ഇത് ചെയ്തത്? അദ്ദേഹം അപ്പോൾ പറഞ്ഞു, എന്നാൽ അത് അവരിലുള്ള ഈ വലിയവൻ ചെയ്തതാണ്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു കൊള്ളുക. നിമിഷ നേരത്തേക്ക് സദസ്സ് നിശബ്ദമായി. അവർ ചിന്താമൂകരായി നിന്നുപോയി. ഉയർന്ന ശിരസ്സുകൾ കുനിഞ്ഞു. അവൻ പറഞ്ഞത് ശരിയല്ലേ? നാം എന്തിന് ഇവയെ ആരാധിക്കുന്നു? ഇവർ ആരാധനക്കർഹരാണോ? ആ വഴിയിലുള്ള ചിന്ത അധിക നേരം നീണ്ടുനിന്നില്ല. ഒരു യുവാവിന്റെ മുമ്പിൽ തോറ്റുകൊടുത്തുകൂടാ. അവർ അടുത്ത നിമിഷത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, അവനെ തീയിലിട്ട് കരിക്കുക. അക്കാലത്ത് ഒരു ശിക്ഷാരീതിയാണ് വലിയ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കുക, ജീവനുള്ള മനുഷ്യനെ അതിലെറിയുക. വലിയ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ. ആ ശിക്ഷയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജനം വിധിച്ചത്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നു. 21-ാം അധ്യായത്തിലെ 64-ാം വചനം. അപ്പോൾ അവർ തങ്ങളുടെ മനസ്സുകളിലേക്ക് മടങ്ങി. എന്നിട്ട് അവർ തമ്മിൽ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ തന്നെയാണ് അക്രമികൾ. പിന്നെ അവർ തലതാഴ്ത്തി, ഇവ സംസാരിക്കില്ലെന്ന് നിനക്ക് തീർച്ചയായും അറിയാം. അവയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന സത്യം അവരുടെ ആരാധകർ തന്നെ സമ്മതിച്ചു. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ എന്തിനാരാധിക്കുന്നു? അള്ളാഹുവിനെ ആരാധിക്കുവിൻ. സർവശക്തനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നു. അള്ളാഹുവിനെ ആരാധിക്കുവിൻ, നിർജീവ വസ്തുക്കളെ ആരാധിക്കരുത്. ലജ്ജാവഹൻ തന്നെ ഈ കാര്യം. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രസ്താവന ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ അല്ലാഹുവല്ലാത്ത നിങ്ങൾക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളും അല്ലാഹുവല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സത്യമാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു. അവരത് സ്വീകരിച്ചില്ല. അദ്ദേഹത്തെ കരിച്ചു കൊല്ലാനായിരുന്നു അവരുടെ തീരുമാനം. നമ്രൂദിന്റെ കൽപ്പന വന്നു. വളരെ വലിയ അഗ്നികുണ്ഡം നിർമ്മിക്കാൻ കൽപ്പന കൊടുത്തു. ജനങ്ങൾ വിറക് നേർച്ചയാക്കാൻ തുടങ്ങി. നാട്ടിലാകെ തീകുണ്ടത്തെ കുറിച്ചുള്ള സംസാരം തന്നെയാണ്. ഇബ്രാഹിമിന് കിട്ടാൻ പോകുന്ന ശിക്ഷ അതികഠിനം തന്നെയെന്ന് എല്ലാവരും പറഞ്ഞു നടന്നു. വലിയ അഗ്നികുണ്ഡം ശരിയായി വരികയാണ്. അതിൽ വിറക് നിറക്കാൻ 1 മാസം വേണ്ടി വന്നുവത്രേ. രോഗശയ്യയിൽ കിടക്കുന്നവർ വരെ വിറക് നേർച്ചയാക്കി അയച്ചു. നാടാകെ വിറക് ശേഖരണം ഒരാവേശമായി പടർന്നു. നിശ്ചിത അളവിൽ വിറക് നിറഞ്ഞു. വിറകിന് മുകളിൽ വലിയ അളവിൽ നെയ്യൊഴിച്ചു. അതിനുശേഷം തീ കൊളുത്തി. തീ പടർന്നു കത്തി. അഗ്നി പരീക്ഷണം. രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിയില്ല, ഓടിയൊളിച്ചില്ല, നാട് വിട്ടില്ല. എനിക്ക് അല്ലാഹു മതി, എല്ലാ കാര്യങ്ങളും അവനിൽ ഭരമേൽപ്പിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇബ്രാഹിമിന്റെ കൈകാലുകൾ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിക്കുക. രാജകൽപ്പന വന്നു. യുവാവ് കണ്ട് ബന്ധിതനായി. തീ ദിവസങ്ങളോളം ആളിക്കത്തി. അതിനു മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ കരിഞ്ഞു വീണു. എന്തൊരു പരീക്ഷണം! കൈകാലുകൾ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നിയിലേക്ക് എറിയപ്പെട്ടു. ഒരു നിമിഷം പ്രകൃതി നിശ്ചലമായി. ആകാശഭൂമികൾ അമ്പരന്നു. പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്റെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല, എനിക്ക് അല്ലാഹു മതി.
ജിബ്രീൽ അലൈഹിസ്സലാം പിന്മാറി. മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ചോദിച്ചു, മഴ പെയ്യിപ്പിച്ച് തീ കെടുത്തി തരാം, വേണോ? വേണ്ട, എനിക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ. പൂർണ്ണമായ തവക്കുലാണ്. സത്യവിശ്വാസിയുടെ മനസ്സിൽ അതുണ്ടായിത്തീരണം. അത് വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുക്കും. അടുത്ത നിമിഷത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തിക്കരിഞ്ഞു പോവുമെന്നാണ് മുശ്രിക്കുകൾ ധരിച്ചത്. അതിനു മുമ്പ് അഗ്നിക്ക് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി, അഗ്നി നീ തണുപ്പാവുക, അഗ്നി നീ രക്ഷയാവുക. സുഖശീതളമായ അനുഭവം വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണൂ. 21-ാം അധ്യായത്തിലെ 68-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ഖാലൂ ഹർഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. അവർ പറഞ്ഞു, ഇവനെ നിങ്ങൾ ചുട്ടെരിക്കുവിൻ, നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ വല്ലതും ചെയ്യുന്നവരാണെങ്കിൽ. അഗ്നിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അല്ലാഹു അഗ്നിയോട് കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം പറഞ്ഞു, തീ നീ ശീതളവും ഇബ്രാഹിമിന് രക്ഷയും ആയി തീരുക. വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അദ്ദേഹത്തെ കൊണ്ട് അവർ ഒരു തന്ത്രം ഉദ്ദേശിച്ചു, എന്നാൽ നാം അവരെ തന്നെ ഏറ്റവും നഷ്ടപ്പെട്ടവരാക്കി. പർവ്വതങ്ങൾ പോലും കരിഞ്ഞു പോകുന്ന തീ, അതിന്റെ സമീപത്തേക്ക് പോവാൻ പോലും പറ്റില്ല. പരിസരമാകെ ചൂട് പിടിച്ചിരിക്കുന്നു, മരങ്ങൾ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി. നമ്രൂദും സംഘവും വന്നു. അവർ ഞെട്ടിപ്പോയി. അഗ്നി ഇബ്രാഹിമിനെ സ്പർശിച്ചിട്ടില്ല. കഴുത്തിലും കൈകാലുകളിലും ബന്ധിച്ചിരുന്ന ഇരുമ്പ് ചങ്ങലകൾ അഗ്നിയിൽ ഉരുകിപ്പോയിരുന്നു. മുഖത്ത് സന്തോഷമാണ്. ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുകൾ അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകിയിരിക്കുന്നു. വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. 7 ദിനരാത്രങ്ങൾ ഈ രീതിയിൽ കടന്നുപോയി. നമ്രൂദ് തന്റെ യുവസുന്ദരിയായ മകളോടുകൂടി വന്നു. മകൾ പിതാവിനോട് പറഞ്ഞു, എന്റെ പിതാവേ, ഇബ്രാഹിം പറയുന്ന റബ്ബ് സർവശക്തനാണെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ? ഈ അഗ്നിയിൽ നിന്ന് അദ്ദേഹത്തെ ആ റബ്ബ് രക്ഷിച്ചില്ലേ? ഇനിയെങ്കിലും ആ റബ്ബിൽ നമുക്ക് വിശ്വസിച്ചുകൂടെ? നമ്രൂദ് കോപത്തോടെ അലറി, എടീ നീ മിണ്ടിപ്പോവരുത്, കൊന്നുകളയും ഞാൻ. നമ്രൂദിന്റെ ഭീഷണി അവഗണിച്ചുകൊണ്ട് ആ മകൾ ഇസ്ലാം മതം സ്വീകരിച്ചതായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നികുണ്ഡത്തിൽ നിന്ന് സുസ്മേരവദനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തു വന്നു. ചിലർക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വിശ്വാസം വന്നു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതൃവ്യനായ ഹാറാൻ അക്ബറിന്റെ മകളാണ് സാറാ റളിയല്ലാഹു അൻഹ എന്ന് ചില രേഖകളിൽ കാണാൻ കഴിയും. സഹോദരന പുത്രനായ ലൂത്ത് അലൈഹിസ്സലാം ഇക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഇനിയുള്ള ജീവിതയാത്രയിൽ സാറാ റളിയല്ലാഹു അൻഹയും പങ്കാളിയാവും. ഊർ പട്ടണത്തിലും ബാബിലോണിയായുടെ മറ്റു ഭാഗങ്ങളിലുമായിട്ടാണ് ഇതുവരെ കഴിഞ്ഞുകൂടിയത്. ഇനി പിറന്ന നാടിനോട് യാത്ര പറയണം. ഹിജ്റ പോവാൻ സമയമായിരിക്കുന്നു. സാറാ റളിയല്ലാഹു അൻഹയെ കൂടെ കൂട്ടാം. ലൂത്ത് നബി അലൈഹിസ്സലാം കൂടെ വരും. നബിയും മുശ്രിക്കുകളും തമ്മിൽ പലയിടത്തു വെച്ചും വാഗ്വാദങ്ങൾ നടന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വചനങ്ങൾ സൂറത്തു ശുഅറയിൽ എടുത്തു പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീനി വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീനി വഇദാ മരിൽതു ഫഹുവ യശ്ഫീനി വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീനി വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. എന്നെ സൃഷ്ടിച്ചിട്ടുള്ളവനാണവൻ, എന്നിട്ട് അവൻ എനിക്ക് മാർഗദർശനം നൽകുന്നു. അവൻ എനിക്ക് ഭക്ഷണം നൽകുന്നു, എനിക്ക് കുടിക്കുവാൻ വെള്ളം തരികയും ചെയ്യുന്നു. എനിക്ക് രോഗം ബാധിച്ചാൽ എന്നെ അവൻ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നെ മരണപ്പെടുത്തുകയും പിന്നീട് എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണവൻ അല്ലാഹു. 26-ാം വചനത്തിലെ 78, 82 വചനങ്ങളാണിവ. ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംസാരമാണിത്. എന്നെ സൃഷ്ടിച്ചത് അല്ലാഹു, എന്നെ സന്മാർഗത്തിലാക്കിയതും അവൻ തന്നെ. മാർഗദർശനം ലഭിക്കുന്നതോടെ ജീവിതം ധന്യമായി. ഭക്ഷണവും പാനീയവും മനുഷ്യജീവൻ നിലനിർത്താൻ ആവശ്യമാണ്. അവ തരുന്നവൻ അല്ലാഹുവാണ്. ആരോഗ്യം വേണം. അനാരോഗ്യം വരുമ്പോൾ രോഗിയാവുന്നു. രോഗം ഭേദമാക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. ജീവിതാന്ത്യം മരണമാകുന്നു. മരണാന്തരം വീണ്ടും ജീവിതം. പരലോകം ശിക്ഷാരക്ഷകളുടെ ലോകം. മനുഷ്യർ പാപമോചനത്തിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പാപമോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയും വേണം. അതിനുള്ള മാതൃകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര വിവരണത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങളെ കുറിച്ച് വിശാലമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.